ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ എന്ത് റെഡി ആ റെഡി ഇടൂ. ഒന്ന് ചാടി നിൽക്ക്. ചേട്ടി പോകണേ എത്ത് വർക്ക് ഇപ്പോൾ കടി ഫാൻ്റെ സൗണ്ട് ഭയങ്കര സീനാണല്ലോ. അപ്പോൾ ഇന്നത്തെ പരിപാടി വെച്ചാൽ നമ്മൾ കുറേ കാലത്തിന് ശേഷം കാലങ്ങൾക്ക് ശേഷം ലൈവ് ഇടാതെ നടക്കേന് ലൈവ് വ്ളോഗൊന്നും ചെയ്യാൻ അങ്ങനെ നിൽക്കേന്. അപ്പോൾ ലൈവ് കുറച്ച് കേട്ടപ്പോൾ ആദ്യത്തെ ആൾക്കാർ പറഞ്ഞു കുറച്ച് ലൈവൊക്കെ നിർത്തി കുറച്ച് വ്ളോഗ് ചെയ്യുന്നു. അപ്പോൾ ഓല അഭ്യർത്ഥന മൂലം 2-3 ആൾക്കാരെ അഭ്യർത്ഥന മൂലം ഞങ്ങൾ വീണ്ടും വ്ളോഗിലേക്ക് വരികയാണ്. ഈ ചെറിയ എളിമയായ വ്ളോഗ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്ത് കൂടെയാണ് വന്നത്. താഴ്മയോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് എരപ്പ കളിയുമ്പോൾ നിന്ന് ചങ്ങയെ എൻ്റെ ഒരു കാതട്ട് കുട്ടികളെ പെണ്ണിട്ട പ്രായമില്ല ഞങ്ങൾക്ക് ഫോൺ എടുത്തക്കടി. ആ എപ്പറടേ എത്ര കളറെ കഥ വൈകിൻ്റെ എൻ്റെ കിച്ചനാണോ. അപ്പോൾ ഗായ്സ്, അപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ കുറേ ദിവസം ഏകദേശം ഒരു 6-7 മാസമായി ഇപ്പം വ്ളോഗ് ചെയ്തിട്ട് വ്ളോഗും കാര്യങ്ങളൊന്നുമില്ല. കാരണം ഒന്നാമത് സമയമില്ല. അപ്പം ജിമ്മ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ജിമ്മത്തെ ഒരു വ്ളോഗ് ജിമ്മിൽ ഇനി പോയിട്ട് വ്ളോഗ് ഇടണം അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട്. ശരിയാ. അപ്പോൾ ജിമ്മിന് കുറുക്കനെ പറഞ്ഞു ഡ്രൈവ് ചെയ്ത് വണ്ടി വെച്ച് വർത്തനം കേട്ട് കഴിഞ്ഞാൽ ഓന് പറയിപ്പിക്കണ ഫോണിൽ ഡ്രൈവ് ചെയ്തിട്ട് കൊഞ്ഞല്ലോ. അപ്പം നമ്മൾ പറഞ്ഞെടുത്തിച്ചാൽ അപ്പം നമ്മളെ ജിമ്മിൽ നമ്മൾ 2 ദിവസം കഴിഞ്ഞാൽ ചെറിയ വ്ളോഗ് ഇതുമാതിരി ചെറിയ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വ്ളോഗ് ചെയ്യണമെന്ന് അങ്ങനെ നോക്കി വിചാരിക്കുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ഒക്കെ നടക്കുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂടി സെറ്റാക്കാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ ചായ റമദാൻ മാസം റമദാൻ കഴിഞ്ഞ് എത്ര പെട്ടെന്നാ ഉറങ്ങിയില്ലേ? എന്താ എവിടെ നമ്മളെ മസ്താനെ എന്താ വിടുക? മസ്താനോടെ മസ്താൻ ബിണ്ണ മസ്താനേ ഹലോ മസ്താൻ ഉറങ്ങലടി എത്ര കഥ റുക്കൂസ് കഴിക്കാൻ പോവാ വളങ്ങി മസ്താനാ ഈ മെത്തുമ്പോട്ട് വെക്കാൻ ഏതോ ലുക്കില്ല മസ്താൻ ഉറങ്ങുമ്പോ എന്താണോ ഡാൻസ് കളിച്ച് നോക്കട്ടെ. ഡാൻസ് കളിച്ച് നോക്കട്ടെ. മോട്ടറാക്കുന്നില്ലേ എത്തില്ലേ എന്താണോ എടാ അത് ഇന്റെ ഫ്രേടാ തീർക്കലാ അത്ര ഇന്റെ അടുത്ത് തീർക്കലാ. അപ്പൊ ഗായ്സ് പറഞ്ഞെന്ന് വെച്ചാല് അപ്പം നമ്മള് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം അതിൻ്റെ ചെറിയ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ചെറിയൊരു വ്ളോഗ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാ വ്ളോഗ് ഇനി ഡെയിലി വ്ളോഗ് ഉണ്ടാവും. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൂട്ടി സെറ്റപ്പാക്കി നമ്മൾ നാട്ടിലെ പ്രകൃതി കാണിച്ചിട്ടാണ് ശരിയാണ്. നാട്ടിലെ പ്രകൃതി കിടക്കുന്ന ഏറ്റവും വാസിന അറിയാ അങ്ങോട്ട് പോയി മറ്റേ മൈക്ക് കേടുന്നിടോ ആണോ ചേച്ചി? അത് അവിടെ നിന്ന് നോക്കിയാലും കാണും ചെങ്ങായി. ഇവിടെ നിന്ന് നോക്കിയാലും അവിടെ കാണുന്നില്ല. അവിടെ നല്ല വ്യൂ പോയിന്റ് അവിടെ. ഇവിടെ പേരും കാറ്റാട്ടോ. ഇവിടുത്തെ മെയിൻ പ്രത്യേകത അപ്പോൾ ഇവിടെ എന്താ അവിടെ വായില്ല ഇത് വായന ചെങ്ങായി. ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ നല്ല കാറ്റാണ്. ഒരു പണി ചെയ്താ ഈ കാറ്റ് കൊണ്ട് തന്നാലും ഉറങ്ങി പോകും. ഏത് ഉറങ്ങാത്ത ആളും ഇവിടുന്ന് ഉറങ്ങി പോകും. എന്താ അതാണ് ഇതിന്റെ പേരുടെ പ്രത്യേകത. എൻ്റെ പേര് നമ്മുടെ നാടിന്റെ എൻ്റെ പേരാതല്ലോ വടലാ. ഓ ഏതാ കാറ്റിലെ സീരി ഏത് അവിടെ ആ സാധനം നമുക്ക് അപ്പുറത്ത് തൊടി പോയാക്കിയല്ലോ. സിനിമയിൽ ബ്ലറാവുന്നുണ്ടല്ലേ സിനിമാറ്റിക് എടുത്തു കഴിഞ്ഞാൽ.
ഒന്നും അറിയില്ല. അറിയില്ലടോ അല്ല പാമ്പുണ്ടാവും. അപ്പോൾ അവിടെ ഇതെന്ത് മരം ഇതെന്ത് മരം എനിക്ക് ഇത് ഡ്രാഗൺ ഫ്രൂട്ട്. ഡ്രാഗൺ ഫ്രൂട്ട് അത് എന്താ ഡ്രാഗൺ ഫ്രൂട്ട് എൻ്റെ മുടി വളർന്ന മാതിരി അങ്ങോട്ട് കിട്ടായിരുന്നു കട്ടാവേ കട്ടറവായല്ലേ അപ്പുറത്ത് കിടക്കടി. ഡ്രാഗൺ ഫ്രൂട്ട് എടുക്കുക ഇവിടുത്തെ ഇതിൻ്റെ കൂടെ കൂടെ പച്ചക്കൂട് മഞ്ഞക്കൂടെ കൂടെ അതുകൊണ്ട് അടവരെ കൊണ്ടുപോകുന്നുണ്ടല്ലേ ഓ സീന ചെന്നാ മോനെ വെളിച്ച മുഖത്ത് കടിച്ചിട്ട് ഏതാ ലുക്കൊക്കെ ചെയ്യും എൻ്റെ മോനെ സീനടാ എടാ കാര്യത്തില് സീനി നമ്മള് വൈകുന്നേരങ്ങളിൽ അതെല്ലാം കറക്റ്റ് ലുക്കാണ് വൈകുന്നേരങ്ങളിൽ നമ്മൾ പറഞ്ഞുപോയി ഓക്കെ ഓക്കെ വൈകുന്നേരങ്ങളിൽ എന്താ അത് ഓഫ് പറഞ്ഞ അതെന്നാ വേടല്ലേ ഈ കിണറ് പ്രത്യേകം മക്കളെ എന്റെ പ്രായം ഉണ്ടാവും ചിലപ്പോ ഈ കിണറിന് എനിക്ക് 13 വയസ്സായിട്ടുള്ളൂ എനിക്ക് 13 വയസ്സായിട്ടുള്ളൂ സിനാനെ ഇതോ ഇവിടെ ഫുള്ള് കള്ളുടിമാരുണ്ടാവും ഇവിടെ നിന്നിട്ട് നമുക്ക് ആദ്യമായിട്ട് 1 മില്യൺ കിട്ടുന്നത് ഷാനവാസ് കേറി വാടാ അടിക്കാനാവോ കേറി വരാനാവൂല അങ്ങനെ ഒരു റീൽ നമ്മൾ അവിടെ നിന്ന് ചെയ്തില്ല സിനാ ലാസ്റ്റ് ഇതെന്താ അരിപ്പാട് മുണ്ടാക്കണേ കമന്റ് വരും ഈ നായ്ക്കള് വീഡിയോ ഓണാക്കിയിട്ട് തൊള്ള കൊണ്ട് നടത്താൻ പറഞ്ഞു അപ്പം എന്താ 2 മൈക്ക് ഉണ്ട് ഇനി ഒന്ന് അടിച്ചു പോയി എങ്ങനെ അടിച്ചു വെച്ചാൽ ഒന്നത് യൂസ് ചെയ്യില്ല ഫുൾ ടൈം അത് ഒന്നാമത് ടൈമില്ല വ്ളോഗ് എടുക്കാൻ ഇപ്പോൾ റംസാനും കൂടെ ആയപ്പോഴും ആകെ കൈവന്ന് പോയി എന്ന് വെച്ചാൽ രാവിലെ പണിക്ക് പോയി ജിമ്മിന് പോയി പിന്നെ അവസാനമൊക്കെ പോയി അപ്പോൾ വെച്ചാൽ എന്താ വെച്ചാൽ ഇതല്ലേ എന്തല്ലേ അത് എടുക്കലില്ല ഇതൊന്നും ഇതൊക്കെ ഷോക്കേസ് എടുത്തച്ച് ഫസ്റ്റത്തെ 2 വ്ളോഗ് ചെയ്തിട്ട് പിന്നെ നിർത്തിച്ച് പൊലീവില് വാങ്ങിയാണേ തിരൂര് പോയിട്ട് പൊലീവില് അവിടെ പോയിട്ട് നല്ല സാധനം കെട്ടിട്ട് അത് പോയി മാറ്റിച്ചാണ് ഷോക്കേസ് സാധനം വാങ്ങി എന്നിട്ട് എന്ത് ചെയ്ത് ഫസ്റ്റത്തെ 2 വ്ളോഗ് ചെയ്ത് പിന്നെ അത് അവിടെ മൂലക്ക് കൊണ്ടിട്ട് അപ്പൊ നമ്മളെ നാട്ടിലത്തെ വൈബ് പറഞ്ഞത് നല്ല കാറ്റ് നല്ല സൗകര്യം എല്ലാ സംഗതികളും ഉണ്ട് ഇവിടെ അപ്പം ഇൻഷാ അല്ലാ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുകയാണ് കാരണം വ്ളോഗ് ചെയ്യാനായിട്ട് കൈമെന്ന് അതിൻ്റെ ഇതൊക്കെ വിട്ടുന്നു ഇൻഷാ അല്ലാ നമ്മൾ ജിമ്മിന്ന് വ്ളോഗ് ചെയ്യാൻ അങ്ങനെ അങ്ങനെ നോക്കുന്നുണ്ട് അപ്പം നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം ശരി കമൻറ്റ് ചെയ്ത് എങ്ങനെ ഇനി ഇതിൽ ചെയ്യാനുണ്ടോ കൂട്ടാനുണ്ടോ കുറയ്ക്കാനുണ്ടോ ഒക്കെ നിങ്ങൾ പറഞ്ഞു തരണം അല്ലേ അതെ അതെ അപ്പം ഇൻഷാ അല്ലാ വലിയ ചെറിയ വ്ളോഗിലേക്ക് എല്ലാവരും സ്വാഗതം കഴിഞ്ഞാട്ടാ സ്വാഗതം ചെയ്യണേ കഴിഞ്ഞോ സോറി അത് ഇനി അടുത്തത് പറയാമല്ലോ അല്ലേ ഈ സ്വാഗതം അടുത്തത് എല്ലാവരും കേട്ടാ കേട്ടാ അപ്പം ഇനി പറയാൻ പോകണമെന്ന് വെച്ചാൽ അടുത്ത വ്ളോഗ് എല്ലാവരും ഇതിനെക്കാട് ഉഷാറാക്കണമെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം ജസ്റ്റ് നോക്കുകയാണ് എങ്ങനെയാണ് ഏതാണ് എന്ന് കാരണം ഇതിൻ്റെ ടച്ചൊക്കെ വിട്ട് ഇത് വ്ളോഗ് എടുക്കാത്തതുകൊണ്ടാണ് അപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ ഇൻഷാ അല്ലാ ജിമ്മിന്ന് വ്ളോഗ് എടുക്കാൻ നമ്മളിങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ അത് നടക്കും ഇൻഷാ അത് 10-15 മിനിറ്റിൻ്റെ ചെറിയ വ്ളോഗായിരിക്കും ഉണ്ടാവുക അപ്പോൾ എല്ലാവരും കണ്ട് ഒരു 15 മിനിറ്റ് കണ്ട് ചിട്ടപ്പം നിങ്ങളെ കഥ വെറുതെ 3 മണിക്കൂറൊക്കെ ചാത്ത സിൽഫിലൊക്കെ അവർ കാണും അതൊന്നും പ്രശ്നമില്ല നമ്മൾ കാണുമ്പോൾ പ്രശ്നമാണ് ഇൻഷാ അല്ലാ എല്ലാവരും പോയി തരാം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടിൻഡിനൊക്കെ അല്ലേ എളിയമയോ ഞാൻ പറയും അപ്പം ഇനി അവൻ പറഞ്ഞ ആ സംഗതി ഞാൻ പറയില്ല അടുത്ത വ്ളോഗിൽ കാണും ഓക്കെ അപ്പോൾ എളിമയായ വ്ളോഗ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് അസ്സലാമു അലൈക്കും.